വീഡിയോ അപ്പോൾ നമ്മളെ സെറ്റ് ചെയ്യണം. ആ അതെ ഈരുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗിലാണ് കേട്ടോ. ലക്ഷദ്വീപിലെ നാളെ നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ അവസാനത്തെ ദിവസമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കുക്കിംഗ് വ്ലോഗിന് വന്നത്. എന്താണ് കുക്ക് ചെയ്യണത്? എങ്ങനെയുണ്ട് മീനിച്ച്? കണ്ട മീനെ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ നേരെ ഇനി കുക്കിങ്ങിലേക്ക് കിടക്കണം. ഓക്കെ, കമോൺ. ഇട്ടിട്ടോ അമൂർ കുഴപ്പമില്ല. ഇത് കടിച്ചൂലല്ലോ? ഇത് മരിച്ചിട്ടില്ലേ? ഇതെങ്ങനെയാണ്? ഇങ്ങനെ ആ ടീഷർട്ട് പുതിയ ടീഷർട്ടാണ്. ചെറുക്ക കളിന്ന് മടങ്ങായ കരിയുമ്പോൾ ശരിയാവില്ല. ചെറുക്ക ഇതെങ്ങനെ കാട്ടുക? എങ്ങനെ ആക്കുക? ചെറുക്കും പോകില്ല. ഇതോ ഇതോ ഇതെങ്ങനെ? ഇതെങ്ങനെ മുറിച്ചാ? ഇത് സാധനം പോക്കി ഇത് കളയേ? അത്ര വലിയ സാധനം ഇതുകൊണ്ട് ചെയ്തോ. അങ്ങനെ അങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ മുറിച്ചാന്നോ? മനസ്സിലായി ഓൻ പറഞ്ഞു ചെയ്ത്. ഞാൻ പോയി നിർത്തുമ്പോ എങ്ങനെ അറിയില്ല. വാ സംഭവം മീൻ നന്നാക്കി എനിക്ക് അറിയില്ല സുഹൃത്തുക്കളെ. ഇങ്ങനെ കടത്തിച്ചേരി വെടി സംഭവം നമ്മൾ മീൻ നന്നാക്കി നമ്മൾ പഠിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. പ്രോ ആണ് പ്രോ. ഏനാ പെടുത്തിയതാണ് സുഹൃത്തുക്കളെ. ഞാൻ ഫുള്ള് മോട്ടറാക്കാൻ വേണ്ടി. വേറെ മീൻ്റെ ഇവിടെ ഫ്ലാഷ് അടിച്ചോ? അത് വാങ്ങണം മണക്കും. ജീവല്ല മീനാട്ടോ. ഇപ്പൊ പൊറിച്ചെടുത്തിട്ടുള്ളൂ. ഇത് ഫ്രിഡ്ജിലുണ്ട്. ചെമ്പല്ലി അല്ലേ ഇത്? എന്നാ പുതിയാപ്പിളക്കാരെ വഴിക്ക് പുതിയാപ്പിളക്കാരൻ്റെ സൗദി ദുബായിൽ എന്താ പുതിയാപ്പിളക്കാരെ അറിയുന്നത്? സുൽത്താൻ ഇബ്രാഹിം. സത്യം ഇത് പറയാം സംഭവണ്ടല്ലോ. ഒരു ബ്ലോഗിൽ വേണമെങ്കിൽ മാറുന്നില്ല, അല്ലെങ്കിൽ ബ്ലോഗിലുണ്ടാവും കേട്ടോ. നമ്മളോട് ഇതിന് ഷമ്മ എന്നാ പറയാ. ഷമ്മം, പുള്ളിച്ചമ്മം. നമ്മളോട് അങ്ങനത്തെ കത്തി കൊണ്ടാണ് പോകും. ഒറ്റൊന്നല്ലേ? ഒന്നുള്ളല്ലോ. ഇതൊന്നാക്കണോ? അതും വാങ്ങണോ? തോല് പോക്കണം. മുറിക്കുന്ന പരിപാടിയുണ്ട്. ഞാൻ സെറ്റ് ചെയ്യാം. കാക്കോ അത് ഭയങ്കര ചെലുക്കല്ലേ? ഒന്നുകൂടെ ഇത് കണ്ടോ? അപ്പൊ അതും വാങ്ങണോ? ഖുറാനി ഒന്ന് കാണണ്ട.
അമ്മ നാളെ പെടുത്താണ് നല്ല ഡ്രസ്സ് കിട്ടി നീ മീൻ അത് എനിക്ക് അറിയില്ല എന്നടാ നീ ജസരി പറയണ്ടടാ പെടുത്തിയാണ് ജസരി പറയണേ ഞാൻ വിചാരിച്ചറിയോ ഇജ്ജ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ എന്താന്ന് അറിയാം അമ്മ ഒന്നും ചെയ്യേണ്ട ആരും വേണ്ട നമ്മൾ മാത്രം ഫുള്ള് ചെയ്തോളാം പാത്തുമാതാണോ കണ്ണു കറിച്ചോ പോയി മഞ്ഞ എങ്ങനെ കാണിച്ചാ മൂർച്ചല്ല നൂറിച്ചോട്ടെ പതുമാണോ കണ്ണു കറിച്ചിട്ടോ ഒഴിച്ചിട്ട് കാരണം എവിടെ കൈയ്യേക്ക ജാബിര കൈയ്യൊക്കെ എവിടെ സോപ്പിൻ്റെ അവിടെ ഞാൻ മില്ല് കൊണ്ടുപോയാൽ മതിയല്ലേ സംഭവേ പത്തോ എന്റെ കൈ മയിക്കണോ പിന്നെന്താ ഇങ്ങോട്ട് വന്ന് ആട് തൊട്ടച്ച് കൈ അടിക്കുന്നു മുണ്ടെടുത്തണോ മുണ്ട് ഇല്ല നല്ല സ്മെല്ലുണ്ട് ഞാൻ ഇട്ടണം എന്നാ ഇത് ഒന്നായി സോപ്പാക്കി ടവലല്ല ടിഷ്യൂ ആണ് മതി 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 ഡാഡി കൂടെ അവിടെ കാട്ടു നോക്കി ശരി കഴിഞ്ഞോ മൂർച്ച കമ്മിയല്ലേ 800 മണല് കൂട്ടിപ്പിടിച്ചു മാപ്പിന്റെ മണലാവൂലേ വല്ലല്ലേ വല്ല പിടിച്ചു മണല് കുട്ടി അത് സുഖമാണ് പെട്ടെന്ന് പോകാൻ അത് മാങ്ങണം മാങ്ങണം അത് മാങ്ങണം ഇതിന്റെ ടൂർ ഇടുന്ന എന്തിനാണോ നീ നന്നാക്കാം നിർത്താൻ വേണ്ടിയായിരുന്നേ അപ്പൊ പറഞ്ഞെന്താ നമ്മളന്ന് മീൻ എനിക്കറിയില്ല അന്നത്തെ പോലല്ലേ ഞാൻ ഷാർട്ട് ചെയ്തോണ്ടിരിക്കാണ് ആ കാക്കറിയുമ്പോഴോട് വന്നു ഗ്രില്ല് ചെയ്യാനുള്ള ബാക്കി സാധനങ്ങൾക്ക് അവിടെ സെറ്റാണ് ഇങ്ങനെ ഗ്രില്ല് കിട്ടും നമ്മള് ഓയിലുണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ ഇവിടെ ബീച്ച് ലക്ഷദ്വീപിൽ പിന്നെ ബീച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ചന്ദ്രനും ആകാശവും ഉണ്ട് കേട്ടോ അവിടെ കണ്ടെങ്കിൽ
മറ്റേ ഇതാണ് എന്തിനു പറയാം ഒരു പാലാണ്. ഓരോക്കെ അവിടെ കുക്കിംഗ് തുടങ്ങിയിരിക്കണേ. സംഭവം ഞാൻ അതിനില്ല, ഞാൻ ഇപ്പോൾ വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിപ്പോ എന്തായത് കൂട്ടിക്കണല്ലേ? രണ്ടാമത്തെ മീനും സെറ്റായി സുഹൃത്തുക്കളെ. അതുപോലെ ഇതുപോലെ ചെയ്യാൻ ഇവിടെ വന്ന് ചെയ്തു നോക്കാം. ഒരുണ്ട് എനിക്ക് ഷർട്ട് മതി. ഇവിടെയൊക്കെ ഫുള്ള് ബോട്ട് ഇറക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. തേങ്ങല്ല, തെങ്ങിനും തേങ്ങക്കും തെങ്ങുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് കൂടുന്ന പഞ്ചല്ല. ഇവിടെ വാ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഇട്. ഞാൻ മീൻ മണത്തോക്കാം. നമ്മൾ എടുത്ത് വെച്ചില്ലേ? നമുക്കുണ്ട്, പക്ഷെ തിന്നാൻ രസമല്ലേ മീന്? ഓക്കെ. അപ്പോൾ ബാക്കിൽ ഫുൾ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസാല കൂട്ടാൻ നമുക്ക് പോകണോ? ഓക്കെ, അങ്ങനെ കാണിച്ചു കൊടുക്കണം വ്ളോഗിൽ. അപ്പോൾ മീൻ റെഡിയായി. മസാല ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റായിട്ട് നമ്മളെ മസാല കൂട്ടണം. മസാല കൂട്ടിയോ അതോ സെറ്റല്ലേ? ഓക്കെ. അവിടെ സകല പരിപാടികളിലും ഗ്രില്ലെവിടെ? പാത്തുണ്ട് ഗ്രില്ലെവിടെ? എവിടെ എവിടെ ഗ്രില്ല്? ആ മസാല കൂട്ടട്ടെ. നമ്മളിങ്ങനെ തുടങ്ങാൻ വേണ്ടി പോകണം. ഇത് വേണം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇത് ഫ്ലാഷ് ആക്കണ ഇത് അടിച്ചോ. നല്ല ഒന്നാന്തരം മീനാണ്. ഇതിൻ്റെ കഴുകൽ നമ്മൾ നേരെ അടുത്തേക്ക് പിടിച്ചോ. അമൂറ് നല്ല രീതിയിൽ മസാല തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫുള്ള് അടി കൂടെ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ആ അതെ, എരുണ്ടാവും അല്ലേ? ഇത് ശരിക്കും എന്താ ചെയ്യേണ്ട അറിയോ? നമ്മൾ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കണം. ഇതിലെന്തൊക്കെയാ മസാല അല്ലേ? നല്ല ഒരു ഇതുണ്ടല്ലോ, ടാമറിൻ സ്മെൽ ഉണ്ടല്ലോ. സുർക്കുണ്ട്, വിനാഗറുണ്ട്. ആ സ്മെല്ലുണ്ട്. ഇത് വിനാഗറാ? ഇത് നല്ല രീതിയിൽ സംഭവൻ്റെ കൈയുമ്പോൾ 1-2 മുള്ളു കുത്തിയിരിക്കണേ. അപ്പോൾ ഞാൻ ഈ പണി തൽക്കാലം രാജിവെക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ പേരെന്താണ്? അനീസ് റഹ്മാൻക്കാർക്ക് ഈ ഒരു ജോലിൻ്റെ ഉത്തരവാദിത്തം ഞാൻ കൈമാറുകയാണ്. ഇങ്ങോട്ട് വന്നു ഇതൊക്കെ ഞാൻ പട്ടാമ്പി ചെമ്മാടൊക്കെ പഠിച്ചതാ? അമ്പലത്തായിരുന്നു പഠിച്ചത്. അമ്പാട് ഞാൻ പഠിച്ചപ്പോൾ കുറേ ആൾക്കാരുണ്ട്. കുറേ സ്ഥലത്ത് പഠിച്ചു. നിലമ്പൂർ, അമ്പാട്, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, എല്ലാ സ്ഥലവും. ഞാൻ അടുത്തേക്ക് പിടിച്ചോ. ഇത് കാണുന്നുണ്ടോ? അന്നെ കാണൂല. ഇങ്ങനെ മീനെ കാണുന്നുണ്ടോ? ഇന്നെ കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി നമുക്ക് കാണാൻ. ഇവിടത്തൊക്കെ നമ്മൾ എത്ര പണിയെടുക്കാം. ഇതൊക്കെ എൻ്റെ പഞ്ചായത്ത് സുഹൃത്തുക്കൾ കാണണേ ഉള്ളൂ, അപ്പോൾ മനസ്സിലാവും. പക്ഷെ അതൊന്നല്ല കേട്ടോ, അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. മുഖം വേണ്ട ഗ്രില്ല് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇത് വേറെ മീനാട്ടോ. എൻ്റെ വാപ്പ എൻ്റെ സ്വന്തം വാപ്പ ചൂണ്ടിലിട്ടുകൊണ്ടെന്നാണ് ഇപ്പോൾ അല്ലേ? ഇനി ഇത് വീണ്ടും ഇതിൻ്റെ പേരെന്താ?
ഇതിന്റെ പേരെന്താ? ഈ മീനിന്റെ പേരെന്താ? കണ്ണൻ വെട്ടി. കണ്ണൻ വെട്ടി. അപ്പോൾ സെറ്റപ്പിൽ ഇതേപോലെ അങ്ങനെ ഓന്റെ സ്പെഷ്യൽ അതാണ്. ഇതിന്റെ ലൈറ്റ് പോയിക്കണ്. നിർത്തിക്കാം. സെറ്റപ്പില് നമ്മള് ഇത് ഫുള്ള് ഈ മസാല ഫുള്ള് തീക്കനല്ലേ? വേറുണ്ടോ? കൂടുതലാണ്. ഓക്കെ, മസാല ഉണ്ടായിക്കോട്ടെ. എരിവും പുളിയൊക്കെ വേണം. ഇങ്ങനെ മതിയോ? ഓക്കെ അല്ലേ? ഇങ്ങനെ ഓക്കെ. ഇത് ഇതിന്റെ കഷ്ണാട്ടോ. തിന്നല്ല. അവർക്കൊരു എൻജോയ്മെന്റ്. ഇത് അവ മേടിച്ചു എന്താ ചെയ്യണ്ടേ? കൈമ കുത്തിക്കണേ. അതിൽ വെക്കാം. കൈ കുത്തിയുണ്ടോ? ഇത് കൈ പഠിച്ചു പാത്രത്തിൽ പഠിച്ചു. വാച്ച് കുഴപ്പമില്ല. കൈയൊക്കെ ഇവിടെ അനു കൈ തണ്ണി വിത്തിക്കൂടും. പാടാനുള്ളതോ അല്ലേ ഇപ്പം വന്നെത്തിയാട്ടെ? ഏത് ഇത് ഇതിപ്പം ഓനാ ജോഗൻ ഇത് ആവ മീൻ കൊണ്ടുപോകാനാണ്. അല്ല, ഇതൊക്കെ പാടുള്ള ആൾക്കാരാ, പിടിയുള്ള ആൾക്കാരാ, ഇല്ല ഓനാ ജോഗൻ യാതൊരു ആൾക്കാരാ. ഇപ്പോൾ സുഹൃത്തുക്കളെ നല്ല രീതിയിൽ കൈയേക്കി, അല്ലെങ്കിൽ ഇന്ന് ബാത്റൂമിക്കൊന്നും പോകാൻ പറ്റൂല. നല്ലൊരു മുള്ളുത്തി നോക്കി ഞങ്ങൾ. ഒന്നും വിഷയമല്ല, അതൊക്കെ തിന്നണ്ടല്ലോ. കമ്മോൺ നടക്കി. ഇതെന്താ കൊടുക്കാം, അവിടെ കൊടുക്കും. അങ്ങോട്ടോ അടുത്തോ കട്ട് ചെയ്തോ. ഇങ്ങോട്ട് വാ. അപ്പൊ അതല്ല ക്ലിയർ ചെയ്ത് പോകും. അടുത്തല്ല റെഡിയാക്കാണ്. എത്താത്ത കുറേ സ്ഥലങ്ങളൊക്കെ ആയത് വെച്ചൂടെ മന ഇതാട്ട് ചാക്കിട്ട് കാരണം നീന്ത് മീന ഇതിങ്ങോട്ട് നോക്കും. അപ്പോൾ നമ്മളെ സെറ്റായി. അമ്മൂറ് അച്ചമ്പലി കയറാൻ പോവാം. ഒക്കെ ഒരുമിച്ച് വെക്കുക. അല്ല, അത് ഇവനെ റെഡിയാക്കാം. ഓക്കെ, ഒക്കെ ഓരോ റൗണ്ടാണല്ലേ? എല്ലാം വെക്കണം. ഓക്കെ. പെടക്കണ മീന് സംസാരിക്കൂ. സെറ്റല്ലേ? അതെ, ഇതൊന്ന് കഴിച്ചാണ്ടൊരു രസം. നല്ല എരുണ്ട്. മസാല ഇതാണ് മസാല. പേര് കാലിയത്തി. ഇവിടെ എത്ര വർഷമായി ദ്വീപില്? ജീവള് നമ്മള് ആദ്യം തന്നെ കുറെ നമുക്ക് 73 വയസ്സുണ്ട്. 73. 78. അതായത് അന്നത്തെ ദ്വീപ് ഇന്നത്തെ ദ്വീപ് മാറ്റമുണ്ടോ? ഓ, എത്രയോ മാറ്റം, ഡെവലപ്മെന്റ് ഉണ്ടോ? ഭയങ്കര ഇതാണ്. ആളുകളുടെ ഒഴുക്ക് കൂടിയില്ലേ? ഇക്കാക്കന്റെ ജോലി വരാൻ പറഞ്ഞു. നമ്മളപ്പ കുറെ പേരാണ് ഞങ്ങള് ഇവിടെ ഓടം ഉണ്ടല്ലേ, മരം കൊണ്ടുണ്ടാക്കിയ ഓടം, അതിന് പോയം വലിച്ചിട്ട് നമ്മൾ എൻജിങ്ങില്ലായിരുന്നു. അപ്പൊ എൻജിങ്ങില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കാറ്റ് ഒപ്പിച്ചിട്ട് പോകും. എറണാകുളത്ത് പോകും, എറണാകുളത്തൊക്കെ പോകും, മംഗലപുരം. ബോട്ടില്ല, ബോട്ട്. ഈ ഓടം ഉരുവോ?
ഉരുവൻ ഞങ്ങൾ പറയുന്നത് വലിയ ചെറിയ വലിയ ഊടകന്നാണ്. അതല്ല പോയം വലിച്ചിട്ട് പോകും. പോ വലിച്ചിട്ട് കാറ്റിന് ഒപ്പിച്ച് പായക്കപ്പല് കപ്പൽ പോകും. ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ട വീട്ടു ആവശ്യം അരിയടക്കം വില പോലെ സാധനവും ഉണ്ടാക്കി എടുത്തിട്ട് പൈസ കൊടുത്ത് എടുത്തിട്ട് അത് കറി നിറയെ വരും കൊണ്ടുവരും ഇവിടെ. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അതിന് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം. കച്ചവടക്കാരൊക്കെ ആയിട്ട് കൊടുക്കും, കച്ചവടം കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഇന്ന് അതിലൊക്കെ മാറ്റം വന്നു. പിന്നെയാണ് ജനങ്ങൾ വന്നതും പിടിച്ചതും നോക്കണം അങ്ങനെ കൂടിയത്. റാഹത്താണ്. റാഹത്തായി. പിന്നെ അവരെ പൈസ നമുക്ക് പൈസ ഉണ്ട്. നമ്മൾ പൈസ പിന്നെ കിട്ടുന്നവർ അധ്വാനിച്ച് പൈസ കിട്ടിയാൽ ഞാൻ എൻ്റെ പൈസ കഴിഞ്ഞ് കിട്ടിയ പൈസ കിട്ടാൻ നിങ്ങൾക്ക് തന്നു തരും. നിങ്ങളെയാണ് വാങ്ങിച്ചതാണ് ഞാൻ നോക്കുക തരേണ്ട. അത് ഇപ്പം എൻ്റെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ജനിച്ചു പോകണമെന്നൊക്കെ ഇവിടെ തന്നെ. അല്ല നിങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നത് ഞങ്ങളെ പൈസ വക്ക് വാങ്ങിക്കും മാത്രം. ഇതല്ല തെങ്ങ കയറുന്നുണ്ടായിരുന്നു നിങ്ങൾ. അപ്പം ആ തേങ്ങ ഒക്കെ ഇടും. മുളന്ന് എടുത്തിട്ട് കായിടും. ഇട്ടിട്ട് പിന്നെ അത് ഞങ്ങൾ തുളിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊപ്പര കൊത്തും. അതാണ് വരുമാനം ഉണ്ടായത്. അതാണ് ഞമ്മക്ക് കൊപ്പര കൊത്തി വിട്ടാൽ അതിന് ലാഭം കൊണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടി അതുകൊണ്ട് അതിന് ആ പൈസ കിട്ടും. പൈസ കിട്ടി ആ പൈസയൊക്കെ ഒന്ന് ഞങ്ങൾ പിന്നെ വാങ്ങിക്കണം. നമ്മൾക്ക് പിന്നെ പൈസ പിന്നെ ഉദ്യോഗം ഉണ്ടാവണം. കാർവർ ഇവിടെ കിട്ടണതാണ്. ഉദ്യോഗം ഇല്ലെങ്കിൽ നമുക്ക് പൈസയില്ല. ഉദ്യോഗമുള്ളവർക്ക് കിട്ടും. അത്രയും. അപ്പം മീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റൗണ്ട് സെറ്റായി. ആഹാ നല്ല സ്മെല്ല്. ഓയിലൊക്കെ ഉണ്ട്. ഓയിലാക്കണ്ട. ഇത് വിളിച്ചോണേ. മൂസിന എത്തേ വിളിച്ചാൽ വരെ വന്ന് എത്തേ അല്ലേ ഞാൻ ഇവിടെ താങ്ങ ഞാൻ ചെലുത്തിട്ട് അപ്പോൾ നമ്മുടെ മീനവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം ട്രാവൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും അതായത് കൂളായിട്ടുള്ള ഒരുപാട് ക്ഷമയുള്ള ആളുകളെ കണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. കാരണം ഇവിടെ എല്ലാ ആളുകളുടെ ലൈഫ് സ്റ്റൈലും അതായത് കൂളാണ്. ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള കൈൻഡായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ മീൻ രണ്ടാം മറി മറിച്ചു. എന്താ പോടായോ? എന്തായി ജീവനുണ്ട് ഞാൻ നിൽക്കുന്നേ ദശാലം ഓക്കെ കഴിക്കണോ? കഴിച്ചില്ല. ഭയങ്കര ടൈറ്റ് ഉണ്ട്. ആണ് മീനോട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാത്തുമ്പോൾ രാമ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ. തീതി ഉണ്ടാക്കിയ ഇതെന്താ? ഓക്കെ, പിരമിഡ്. ഇതേതാ? അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി. നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് ഇങ്ങനെ കഴിക്കണം. കിഡിലും ടേസ്റ്റ് ഉണ്ടോ? സംഭവം നൈസാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫിഷിങ്ങിനൊക്കെ പോവാം. അടിപൊളിയായിട്ട് ഗ്രില്ലിങ് പരിപാടിയൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ലക്ഷദ്വീപ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. 7736524326 എന്ന വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു മസാലയാണ്.